നിരവധി രാജവംശങ്ങളുടെ പാരമ്പര്യത്തിൽ സമ്പന്നമായ സംസ്ഥാനമാണ് കർണാടക എന്ന നാട്. ഹംപിയിലെ സ്മാരകങ്ങളിലൂടെ വിജയനഗര സാമ്രാജ്യത്തിന്റെ കഥയും ഹാവേരിയിലെ ക്ഷേത്രങ്ങളിലെ ലിഖിതങ്ങളിൽ നിന്നും ചാലൂക്യ രാജവംശത്തിന്റെ മഹത്വവും ബേലൂരിലെയും ഹലേബിഡിലെയും ഘടനകളിലൂടെ ഹൊയ്സാല വാസ്തുവിദ്യയുടെ മഹത്വവും പ്രതിഫലിപ്പിക്കുന്നു. സംസ്ഥാനത്തിന്റെ അത്ഭുതങ്ങളുടെ പട്ടിക ഇനിയും വളരെയധികം മുന്നോട്ടു പോകാമെങ്കിലും ഇന്നത്തെ വീഡിയോയിൽ അരസിക്കരയിലെ ഈശ്വര ക്ഷേത്രത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമുക്കൊന്ന് ശ്രമിക്കാം. രാജ്ഞിയുടെ കുളം എന്നർത്ഥമുള്ള അരസി കേരെ എന്നീ രണ്ട് കന്നഡ പദങ്ങളിൽ നിന്നുമാണ് അരസിക്കേരെ സ്വീകരിച്ചത്. വിവിധ കാലഘട്ടങ്ങളിൽ ഇത് ബെല്ലാലപ്പുര എന്നും മുൽബോ സർവജ്ഞ വിജയ് എന്നും അറിയപ്പെട്ടിരുന്നു. മൈസൂരിലെ വോടയാന്മാരുടെ കൈകളിലായിരുന്നു ആദ്യം അരസിക്കര പട്ടണം. മറാഠികളുടെ ആക്രമണത്തെ തുടർന്ന് അവർക്ക് അരസിക്കര വിട്ടുകൊടുക്കേണ്ടി വന്നു. പിന്നീട് ഇത് വിജയനഗര സാമ്രാജ്യം ഏറ്റെടുത്തു. തുടർന്ന് ഇക്കേരി ഭരണാധികാരിയായിരുന്ന ശിവപ്പ നായക്കയുടെ കീഴിൽ ഒടുവിൽ വോടയാർ പട്ടണത്തിന്റെ നിയന്ത്രണം തിരിച്ചുപിടിച്ചു. ഇവിടെ സ്ഥിതി ചെയ്യുന്ന ഈശ്വര ക്ഷേത്രം ശിവന് സമർപ്പിക്കപ്പെട്ടതാണ്. ഹൊയ്സാല വാസ്തുവിദ്യയുടെ ഏറ്റവും സങ്കീർണമായ ഘടനകളിലൊന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. ഹാസനിൽ നിന്നും 41 കിലോമീറ്ററും മൈസൂരിൽ നിന്നും 140 കിലോമീറ്ററും അകലെ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ഹൊയ്സാല കരകൗശല വിദഗ്ധരുടെ വിസ്മയത്തിന്റെ ഉത്തമ ഉദാഹരണമാണ്. 16 പോയിന്റുകളുള്ള നക്ഷത്രാകൃതിയിലുള്ള മണ്ഡപം അല്ലെങ്കിൽ പ്രാർത്ഥന ഹാളാണ് ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഹൊയ്സാല കാലഘട്ടത്തിലെ മറ്റെല്ലാ ഘടനകൾക്കും സമാനമായി സോപ്പ് സ്റ്റോൺ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. കിഴക്കോട്ട് ദർശനമുള്ള ഈ ക്ഷേത്രം ഏകകൂട അല്ലെങ്കിൽ ഏകപ്രതിഷ്ഠയുള്ള ഒരു ഘടനയാണ്. ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന കവാടം ഉൾക്കൊള്ളുന്ന ഒരു പടിപ്പുരയിലൂടെ ബന്ധിപ്പിച്ചിരിക്കുന്ന 2 മണ്ഡപങ്ങളുണ്ട്. ഇതിലൊരു മണ്ഡപം അടച്ചിട്ടിരിക്കുകയും മറ്റൊന്ന് പ്രവേശനമോ ജനാലകളോ ഇല്ലാതെ തുറന്നിട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നു. അടച്ചിട്ട ഹാളിലാണ് ശിവലിംഗ പ്രതിഷ്ഠ നമുക്ക് കാണാൻ സാധിക്കുക. അതേസമയം മറ്റെല്ലാ ഹൊയ്സാല ക്ഷേത്രങ്ങളുടെയും പതിവ് ഓവർലാപ്പിംഗ് ചതുരഘടനയിൽ നിന്നും വ്യത്യസ്തമായി 16 പോയിന്റുകളുള്ള നക്ഷത്രാകൃതിയിലുള്ള ലേഔട്ടുള്ള സ്ഥലമാണ് ഓപ്പൺ ഹോൾ എന്നത്. അടച്ചിട്ടിരിക്കുന്ന ഹാളിന് മുകളിൽ അലങ്കരിച്ച വെള്ളപാത്രം പോലെയുള്ള ഗോപുരം സ്ഥാപിച്ചിട്ടുണ്ട്. 2 മണ്ഡപങ്ങളുടെ പുറം ഭിത്തിയും പടിപ്പുരയും ഭിത്തിയുടെ റിലീഫുകളും സങ്കീർണമായ ഡിസൈനിങ്ങും കൊണ്ട് മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. നക്ഷത്രാകൃതിയിലുള്ള ലേഔട്ടിനെ കുറിച്ചുള്ള സവിശേഷവും അസാധാരണവുമായ വസ്തുത 16 പോയിന്റുകൾ സമാനമല്ല എന്നതാണ്. അവ വിചിത്രമായ രൂപത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നതിനാൽ ഇവ ശ്രദ്ധേയമായി മാറുന്നു. കന്നഡ ഭാഷയിൽ ആലേഖനം ചെയ്ത നിരവധി വീരശിലകൾ ഈ ക്ഷേത്രത്തിലുണ്ട്. ലിംഗഭേദമില്ലാതെ യുദ്ധത്തിൽ മരിക്കുകയോ മഹത്തായ ലക്ഷ്യത്തിനായി ജീവൻ നൽകുകയോ ചെയ്ത വീരന്മാരുടെ പേരുകൾ ആലേഖനം ചെയ്ത ഒരു കല്ലാണ് ഹീറോ സ്റ്റോൺ അഥവാ വീരശിലകൾ എന്നത്. ഈ കല്ലുകളിൽ പുരാതന ഭാഷകളിലെ ലിഖിതങ്ങളും വീരന്മാരെയും അവരുടെ വീരകൃത്യങ്ങളെയും പ്രശംസിക്കുന്ന സ്തുതിഗീതങ്ങളുമുണ്ട്. ഈ മനോഹരമായ ഹൊയ്സാല ക്ഷേത്രം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ സംരക്ഷിത സ്മാരകമാണെങ്കിലും ഇതിപ്പോൾ ആളൊഴിഞ്ഞതും നശിപ്പിക്കപ്പെട്ടതുമായ ഒരു സ്ഥലമാണ്. എന്നിരുന്നാലും ഇത് ചരിത്രപരമായി പ്രാധാന്യമുള്ളതായി തുടർന്നു പോരുന്നു. ഈശ്വര ക്ഷേത്രത്തിന്റെ ഏറ്റവും അടുത്തുള്ള നഗരം ഹാസൻ നഗരമായതിനാൽ ഇത് റെയിൽ റോഡ് എന്നിവയാൽ അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു. ഹാസനിൽ ഒരു വിമാനത്താവളം ഇല്ല എങ്കിലും ഏറ്റവും അടുത്തുള്ള വിമാനത്താവളങ്ങളായ ബാംഗ്ലൂരും മൈസൂരും വഴി ഇവിടെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുമെന്നതും ഇവിടം ശ്രദ്ധേയമാക്കി മാറ്റുന്നു.